കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക ചർച്ചവേദിയുടെ ഉദ്ഘാടനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. ലൈബ്രറി അങ്കണത്തിലുള്ള സി.വി. ശ്രീരാമൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാനും കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗവുമായ പി.ജി. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമീപകാലത്ത് വളരെയേറെ വായനക്കാരെ ആകർഷിച്ച കുന്നംകുളത്തുകാരനും പ്രശസ്ത ഗാനരചയിതാവുമായ ബി.കെ. ഹരിനാരായണന്റെ കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടുനോവലാണ് ചർച്ച നടത്തിയത്. നന്ദനൻ മേക്കാട് കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടുനോവൽ അവതരിപ്പിച്ചു. ബിജു സൈമൺ മോഡറേറ്ററായി. ശ്രീകൃഷ്ണ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും മലയാളം വിഭാഗം മേധാവിയുമായ ഡോക്ടർ എ.എം. റീന, എഴുത്തുകാരിയായ അഡ്വക്കേറ്റ് സ്മിത ഗിരീഷ്, സാഹിത്യപ്രേമികളായ അരുൺ ഓലെ, +2 വിദ്യാർത്ഥിയായ ഏഞ്ചൽ ജേക്കബ്, രാധാകൃഷ്ണൻ ചെമ്മണ്ണൂർ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. റീഡേഴ്സ് ഫോറം പ്രവർത്തകരായ കിഷോർലാൽ, സുനിൽ ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. പുസ്തകരചയിതാവ് ബി.കെ. ഹരിനാരായണൻ ചർച്ചകൾക്ക് മറുപടി നൽകി. റീഡേഴ്സ് ഫോറത്തിനു വേണ്ടി ഡോക്ടർ എ.എം. റീന ബി.കെ. ഹരിനാരായണനെ പൊന്നാടയണിയിച്ചു. പുസ്തകാവതരണം നടത്തിയ നന്ദനൻ മേക്കാടിന് മൊമൻറ്റോ സമ്മാനിച്ചു. മാസം തോറും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എഴുത്ത് കഴിയുന്നിടത്ത് അവിടെ ആ എഴുതിയ ആള് മരിക്കുകയും വായനക്കാരൻ ജനിക്കുകയും ചെയ്യുന്നു. ഓരോ പുസ്തകവും ഓരോ തവണ വായിക്കും തോറും അത് ഓരോ പുതിയ പുസ്തകങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പുസ്തകം വായിച്ച് അവർക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് അവരുടെ അഭിപ്രായം, അത് വിമർശനമാണെങ്കിലും പ്രശംസനമാണെങ്കിലും എന്താണെങ്കിലും ക്രിറ്റിസിസം ആണെങ്കിലും എന്താണെങ്കിലും അത് ഓരോരുത്തർക്കും ആ പുസ്തകത്തിനെ പറ്റിയിട്ട് ഓരോന്നായിരിക്കും തോന്നുന്നത്.